വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ കണ്ണൻ്റെ നാമം ജപിക്കുന്ന 2 ബുക്കിനെ പറ്റിയാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാട്ടോ. ബുക്ക് സ്റ്റാളിൽ നിന്ന് വൈക്കത്തു നിന്നാണ് മേടിച്ചത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യാനാമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ സന്ധ്യാനാമം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ കംഫർട്ടാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ വില 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഈ 10 രൂപയ്ക്കൊക്കെ വളരെ റയറായിട്ടാണ് നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തോന്നി, 10 രൂപയ്ക്കൊക്കെ ഉണ്ടോയെന്നുണ്ട്. ഈ ബുക്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്ന ശ്രീകൃഷ്ണൻ്റെ കീർത്തനങ്ങളാണ്. മനോഹരമായ കീർത്തനങ്ങളാണ്. ഇപ്പം അച്യുതം കേശവം, കണി കാണും നേരം, പിന്നെ അഞ്ജന ശ്രീധര, അങ്ങനെ കുറേ നല്ല നല്ല കുറേ കീർത്തനങ്ങളാട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നും എന്താ പറയണത്, എനിക്കിഷ്ടമുള്ളതില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഭൂരിഭാഗവും ഇതിൻ്റെ അകത്ത് ഉണ്ട് കീർത്തനങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു ബുക്ക് സത്യത്തിൽ ആ ബുക്ക് സ്റ്റാളിലെ ഓണർ കാരണം മേടിച്ചതാട്ടോ. ഇപ്പോൾ അവർക്ക് കടയിൽ കയറുമ്പോൾ എന്താ പറയുന്നത്, അവരുടെ സാധനങ്ങൾ വരുന്ന ആളുകൾ മേടിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, നിർബന്ധിച്ച് മേടിപ്പിക്കുക. ആ ഒരു സിസ്റ്റമാണിത്. ഈ ഒരു ബുക്ക് കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ശ്രീകൃഷ്ണ സന്ധ്യാനാമജപത്തിലുള്ള ചില കീർത്തനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് മറ്റുള്ള കീർത്തനങ്ങൾ എന്ന് പറയുന്നത് തീരെ നമ്മൾ ഈ ആൽബം സോങ്സൊക്കെ കാണാറില്ലേ, അത്തരം വലിയ അറിവൊന്നുമില്ലാത്ത ആളുകൾ എഴുതുന്ന ചില കീർത്തനം എന്ന് പറയാൻ പറ്റില്ല, കൃഷ്ണൻ്റെ പാട്ടുകളുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കൂടുതൽ. എനിക്ക് പേഴ്സണലി ഞാൻ കംഫർട്ടല്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അറിവുള്ള ആളുകളുടെ സന്ധ്യാനാമജപങ്ങൾ ജപിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരാൾക്ക് ഈ ഒരു ബുക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ 10 രൂപ പോയി എന്നൊരു സങ്കടം പേഴ്സണലി എനിക്കുണ്ട്. പിന്നെ ഇത് നമ്മൾ നോക്കുമ്പോൾ ആകെ ഇതിൻ്റെ അകത്ത് ഒരു ഒറ്റ ശ്ലോക ഭാഗവതം എന്ന് പറയുന്ന ഒരു ശ്ലോകം കിടപ്പുണ്ട്. അത് മാത്രമേ എനിക്ക് ഈ ഒരു ബുക്ക് കൊണ്ട് ബെനഫിറ്റായിട്ട് തോന്നുന്നുള്ളൂ. ശ്രീകൃഷ്ണ സന്ധ്യാനാമജപം നല്ലതാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്കൊരു ബെനഫിറ്റും ഇല്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.